നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. IB ഉദ്യോഗസ്ഥയായ മേഘ മധുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകൾ പുറത്തു വന്നുവെങ്കിലും ഒരു അച്ഛനും അമ്മയ്ക്കും ഒരൊറ്റ മകളുള്ള അച്ഛനും അമ്മയ്ക്കും ഉണ്ടായ ആ വേദന നമ്മുടെ കേരളത്തിലെ നമ്മൾ മലയാളികൾക്കിടയിലെ നിരവധി അച്ഛനമ്മമാർ അനുഭവിക്കുന്ന വേദനയായി ഇന്ന് മാറിയിരിക്കുകയാണ്. സത്യത്തിൽ ആ അച്ഛനും അമ്മയും ഇപ്പോൾ തിരിച്ചറിയുകയാണ് തൻ്റെ മകൾ വലിയൊരു ചതിയിലായിരുന്നു എന്നുള്ളത്. എന്തുകൊണ്ട് തൻ്റെ മകൾ അനുഭവിച്ച ഈ സങ്കടം, ഈ വിഷമം തങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോയി എന്ന് സ്വയം കുറ്റപ്പെടുത്തുന്ന ഒരു അച്ഛനും അമ്മയുമാണ് ഇവിടെയുള്ളത്. പക്ഷേ ആ അച്ഛനും അമ്മയും കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ മകളുടെ മരണത്തിന് കാരണക്കാരനായ ഈ വ്യക്തിയെ പൂട്ടുന്നത് വരെ, ഈ വ്യക്തിയെ പിടികൂടുന്നത് വരെ, തൻ്റെ മകൾക്ക് നീതി ലഭിക്കുന്നത് വരെ ഞങ്ങൾ പോരാടുക തന്നെ ചെയ്യുമെന്ന് അവർ പറയുകയാണ്. റിട്ടയർഡ് ഉദ്യോഗസ്ഥരായ 2 പേരും തൻ്റെ മകൾക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ. മേഘയുടെ കല്യാണം ഈ വർഷ അവസാനത്തോടു കൂടി തന്നെ നടത്താൻ തീരുമാനിച്ചിരുന്ന കുടുംബം വീടെല്ലാം തന്നെ പെയിന്റ് അടിച്ച കല്യാണത്തിന് ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് വ്യക്തമാകുന്നത്. പക്ഷെ അപ്പോഴും ആദ്യഘട്ടം മുതൽ തന്നെ ഇയാളുമായി പ്രണയത്തിലായിരുന്നുവെങ്കിലും പിന്നീട് അയാൾ ഈ മേഘയിൽ നിന്നും വിട്ടുപിരിയുന്നത് അല്ലെങ്കിൽ പതിയെ പുറകോട്ട് പോകുന്നതിനെ കുറിച്ച് വീട്ടുകാർക്ക് ബോധ്യമുണ്ടായിരുന്നു. ഇതല്ലെങ്കിൽ മറ്റൊരു ആലോചനയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മറ്റൊരു ആലോചന കൊണ്ടുവന്ന മേഘയെ പറഞ്ഞു മനസ്സിലാക്കി വിവാഹം കഴിപ്പിക്കാൻ തന്നെയായിരുന്നു ഇവരുടെ ശ്രമം. ഇനി വിവാഹം വേണ്ട, പഠനവുമായി മുന്നോട്ട് പോകണമെന്ന് മേഘ തറപ്പിച്ചു പറഞ്ഞാൽ അതിനും തങ്ങൾ തയ്യാറായിരുന്നു എന്നാണ് ഈ വീട്ടുകാർ ഇപ്പോൾ പറയുന്നത്. ഏതായാലും വീട് മോടി പിടിപ്പിച്ചൊക്കെ തന്നെ ഇവർ കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ ആ വീട്ടിലേക്ക്, ആഘോഷം നിറഞ്ഞു നിൽക്കേണ്ട ആ വീട്ടിലേക്ക് ആണ് മേഘയുടെ ചേതനയേറ്റ ശരീരം കൊണ്ടുവന്നത്. കഴിഞ്ഞ ദിവസം ഈ മേഘയുടെ അമ്മ നിഷ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിച്ചിരുന്നു. അവൻ എന്നെയും വിളിച്ചിരുന്നു, അവൻ എന്നോട് ഫോണിൽ വിളിച്ച് സംസാരിച്ച് ചോദിച്ചത് ഒരൊറ്റ ചോദ്യം മാത്രമാണ്, മേഘ ഹോസ്റ്റലിൽ എത്തിയോ എന്ന്. അപ്പോൾ ആ 8 സെക്കൻഡ് ദൈർഘ്യമുള്ള ഫോൺ കോളിന്റെ അവസാനം വലിയ ശബ്ദം കേട്ടിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ മരിക്കുമെന്ന് മേഘ പറഞ്ഞിട്ടായിരിക്കാം ഒരു പക്ഷേ ആത്മഹത്യ ചെയ്തത് എന്നടക്കമുള്ള കാര്യവും മേഘയുടെ അമ്മ പറയുകയാണ്. എന്തായാലും തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിലെ എമിഗ്രേഷൻ വിഭാഗം IB ഉദ്യോഗസ്ഥയായിരുന്ന മേഘയുടെ മരണത്തിൽ അന്വേഷണം ശക്തമാക്കിയിരിക്കുകയാണ് പോലീസ്. മേഘയുടെ മരണത്തിൽ ആരോപണ വിധേയനായ IB ഉദ്യോഗസ്ഥൻ സുഗാന്തിനെ തിരഞ്ഞ് പോലീസ് വീട്ടിലെത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇതോടെ സുഗാന്ത് ഒളിവിലാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇയാൾ മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നതായാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. ജീവനൊടുക്കുന്നതിന് തൊട്ട് മുൻപ് പാളത്തിലൂടെ നടക്കുമ്പോൾ 4 തവണയാണ് മേഘയും സുഗാന്തുമായി സംസാരിച്ചതെന്ന് പോലീസ് പറയുന്നു. ഫോൺ രേഖകൾ പരിശോധിക്കുമ്പോൾ 8 സെക്കൻഡ് വീതം മാത്രമാണ് വിളികൾ നീണ്ടുനിന്നത്. ഈ ഫോൺ വിളികൾ എന്തിനായിരുന്നു ലക്ഷ്യമെന്നുമാണ് പോലീസ് തിരയുന്നത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ സെക്യൂരിറ്റി അസിസ്റ്റന്റായ സുഗാന്ത് സുരേഷ് ലീവിലാണ്. രാജസ്ഥാനിലെ ജോധ്പൂരിൽ നടന്ന ട്രെയിനിങ്ങിനിടയിലാണ് സുഗാന്തുമായി മേഘ അടുപ്പത്തിലാകുന്നത്. പലതവണ സുഗാന്തിന്റെ അക്കൗണ്ടിലേക്ക് മേഘ പണം അയച്ചു കൊടുത്തിരുന്നു. അപൂർവമായി മാത്രമാണ് തിരികെ സുഗാന്തിന്റെ അക്കൗണ്ടിൽ നിന്നും പണം തിരികെയായി വന്നത്. സുഗാന്തിനെ കാണാൻ പലവട്ടം മേഘ കൊച്ചിയിലേക്ക് പോയിരുന്നു. സുഗാന്ത് പലവട്ടം തിരുവനന്തപുരത്തും വന്നിട്ടുണ്ട്. എന്നാൽ യാത്രാ ചെലവുകളെല്ലാം തന്നെ പൂർണ്ണമായും വഹിച്ചിരുന്നത് മേഘയാണ്. മേഘയ്ക്കുമേൽ കൂടുതൽ ഭീഷണിയും ചൂഷണവും നടന്നതായും സംശയിക്കുന്നതായും കുടുംബം പറയുന്നുണ്ട്. ഫോൺ ഓഫാക്കി ഒളിവിൽ പോയ സുഗാന്തിനായുള്ള തിരച്ചിൽ IBയുടെ സഹായവും പോലീസ് തേടിയിട്ടുണ്ട്. മുൻകൂർ ജാമ്യത്തിനുള്ള ശ്രമം ആരംഭിച്ചതായി സൂചനകളുണ്ട്. അതേസമയം സുഗാന്ത് ഒളിവിൽ പോയത് പോലീസിന്റെ വീഴ്ചയാണെന്ന് കുടുംബത്തിന്റെ ആരോപണം ശക്തമാകുന്നുണ്ട്. ഈഞ്ചക്കൽ, പരക്കുടയിൽ വാടകയ്ക്ക് താമസിക്കുന്ന പത്തനംതിട്ട അതിരുങ്കൽ കാരക്കാക്കുഴി പൂഴിക്കാട് റിട്ടയർഡ് അധ്യാപകൻ മധുസൂദനന്റെയും പാലക്കാട് കളക്ടറേറ്റിലെ ഉദ്യോഗസ്ഥ നിഷാ ചന്ദ്രന്റെയും ഏക മകളാണ് മേഘ. 24-ാം തീയതി മാർച്ചിലാണ് പേട്ട റെയിൽവേ മേൽപ്പാലത്തിന് സമീപത്തെ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പോലീസിന്റെ വീഴ്ചയാണ് ഇദ്ദേഹം ഒളിവിൽ പോകാൻ കാരണമെന്ന് മേഘയുടെ അച്ഛൻ മധുസൂദനൻ ആരോപിച്ചിട്ടുണ്ട്. മകളുടെ മരണം അറിഞ്ഞപ്പോൾ തന്നെ സുഗാന്ത് സുരേഷുമായുള്ള ബന്ധവും പറഞ്ഞിരുന്നതാണ്. ഒരാഴ്ച പിന്നിടുമ്പോഴും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചിട്ടില്ല എന്നും കുടുംബാംഗങ്ങൾ കുറ്റപ്പെടുത്തുന്നുണ്ട്. ജൂലൈയിൽ എറണാകുളം ടോൾ പ്ലാസയിൽ നിന്ന് ഫാസ്ടാഗിലേക്ക് പണം പോയി എന്ന സന്ദേശം എത്തിയത് ചോദിച്ചപ്പോഴാണ് മകൾ സുഗാന്തുമായുള്ള ബന്ധം വെളിപ്പെടുത്തിയതെന്ന് അച്ഛൻ മധുസൂദനൻ പറയുന്നുണ്ട്. മകൾക്കായി വാങ്ങിയ കാർ തന്റെ പേരിലുള്ളതാണ്, അതിനാലാണ് മെസ്സേജ് തന്റെ ഫോണിലേക്ക് വന്നത്. സുഗാന്തിനെയെ വിവാഹം കഴിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ കുടുംബാംഗങ്ങൾ നേരിട്ട് സുഗാന്തിനെ കാണുകയോ വിളിക്കുകയോ ചെയ്യുന്നത് മകൾക്ക് ഇഷ്ടമല്ലായിരുന്നു. അതിനാൽ മകൾ പറഞ്ഞുള്ള അറിവ് മാത്രമേ സുഗാന്തിനെ പറ്റി ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ സുഗാന്തിന്റെ കയ്യിൽ ഇവരുടെയൊക്കെ തന്നെ ഈ അമ്മയുടെ അടക്കം ഉള്ളവരുടെ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു എന്നും പറയുകയാണ്. സുഗാന്തിനെ ഈ മേഘയുടെ മരണശേഷം 26-ാം തീയതി 25-ാം തീയതിയോടുകൂടി ഉച്ചയ്ക്ക് ശേഷം മുതലാണ് കാണാതാകുന്നത്. 26-ാം തീയതി മുതൽ പൂർണ്ണമായും സുഗാന്തിന്റെ
കുടുംബത്തെയും കാണാതാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. എന്തായാലും സുഗാന്തിന് ഇപ്പോൾ കാവൽ നിൽക്കുന്നത് സുഗാന്തിന്റെ അച്ഛനും അമ്മയും തന്നെയാണ്. കാരണം തൻ്റെ മകൾക്ക് അല്ലെങ്കിൽ തൻ്റെ മകന് ഒന്നും സംഭവിക്കരുത് എന്ന വാശി തന്നെയാണ് ആ പിതാവിനും അമ്മയ്ക്കും ഉള്ളത്. സുഗാന്ത് ഒരു തെറ്റും ചെയ്തില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒളിച്ചു കളിക്കുന്നത് എന്ന ചോദ്യവും കൂടിയുണ്ട്. തീർച്ചയായും ആ കാര്യമൊക്കെ തന്നെ അന്വേഷിക്കേണ്ടതുണ്ട്. പേട്ട പോലീസ് സ്റ്റേഷനിൽ ഇന്ന് നമ്മുടെ ഈ മേഘയുടെ അച്ഛനും അമ്മയും എത്തുകയാണ്. തൻ്റെ കൈകളിലുള്ള വിവരങ്ങളെല്ലാം തന്നെ ഈ സുഹൃത്തുക്കൾ പറഞ്ഞ വിവരങ്ങൾ, കൂട്ടുകാരി പറഞ്ഞ വിവരങ്ങൾ, കൂട്ടുകാർ പറഞ്ഞ വിവരങ്ങൾ, ഒപ്പം അതുപോലെ തന്നെ ഈ മേഘയുടെ അച്ഛനെയും അമ്മയെയും ഈ സുഗാന്ത് വിളിച്ച ഫോൺ രേഖകൾ, മേഘയുടെ ബാങ്ക് ഡീറ്റെയിൽസ് എന്നിവയെല്ലാം തന്നെ കൈമാറാനായി ഇന്ന് പേട്ട പോലീസ് സ്റ്റേഷനിലേക്ക് ഈ മേഘയുടെ അച്ഛനും അമ്മയും എത്തുകയാണ്. എന്തായാലും അന്വേഷണ പുരോഗതിയും IBയുടെ ഇടപെടലും സംബന്ധിച്ച വിവരങ്ങൾ സുരേഷ് ഗോപി ചോദിച്ചറിഞ്ഞുവെന്ന് മനസ്സിലാകുകയാണ്. കഴിഞ്ഞ ദിവസമാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇവരുടെ വീട്ടിൽ എത്തിയത്. IB തലത്തിലുള്ള അന്വേഷണം കൂടുതൽ ശക്തിപ്പെടുത്താൻ നിർദ്ദേശിക്കും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉൾപ്പെടെ വൈകുന്നതിനെ പറ്റി അന്വേഷിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു. എന്തായാലും അന്വേഷണം പുരോഗമിക്കുകയാണ്. എന്തായാലും ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്തപ്പോഴാണ് ശമ്പളം സുഗാന്തിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയെന്ന കാര്യം അറിയുന്നത്. അതുകൊണ്ടാണ് കൂടുതൽ അന്വേഷണം ആവശ്യപ്പെട്ടതെന്നും അച്ഛൻ മധുസൂദനൻ പറയുന്നു. അച്ഛൻ്റെ വാക്കുകൾ ഒന്ന് കേൾക്കാം. അതായത് ഈ മരണത്തിന് മുമ്പ് നമ്മൾ ഒരാരോപണം ഉന്നയിച്ചിട്ടില്ല. അപ്പോൾ ഈ മരണശേഷമാണ് ഞങ്ങൾ ഇത് റിലീസായി വരുന്നതേ ഉള്ളൂ. അതിനുശേഷം നമുക്ക് ഒരു വ്യക്തിയിലേക്ക് ആരോപണം കൊണ്ടുപോകത്തക്ക രീതിയിൽ വന്നത് ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിലാണ്. അപ്പം ഞങ്ങൾ നേരത്തെ ഉന്നയിച്ചതിൻ്റെ കൂട്ട് ഒരു പ്രണയം ഉണ്ടായിരുന്നു. അത് സുഗാന്ത് സുരേഷ് എടപ്പാൾ സ്വദേശിയാണ്. അദ്ദേഹം IB ജോലിക്കാരനാണ്, നെടുമ്പാശ്ശേരി. അദ്ദേഹമായിട്ട് 5-8 മാസത്തിന് മുമ്പുണ്ടായ ഒരു പ്രണയമാണ് ഈ ആത്മഹത്യ അല്ലെങ്കിൽ അവിടെ മരണത്തിലേക്ക് കലാശിച്ചത്. അപ്പോൾ അതിനുശേഷം ഞങ്ങൾക്ക് ഇദ്ദേഹത്തിലേക്ക് എത്താനൊരു തെളിവ് ഞങ്ങളുടെ കൈവശം ഇല്ലായിരുന്നു. ഓൾറെഡി അവിടെ പോയിട്ടുണ്ട്. അതൊക്കെ പോലീസിൻ്റെ IBയുടെയൊക്കെ നിരീക്ഷണത്തിലാണ്. കൂടാതെ ഇപ്പം ഞങ്ങൾ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു. അപ്പോഴാണ് ഞങ്ങൾ ഞെട്ടിക്കുന്ന വിവരങ്ങൾ അറിയാൻ കഴിഞ്ഞത്. കാരണം അവിടെ 8-9 മാസം കൊണ്ട് ഈ പൈസകൾ അവൾ ജോലി ചെയ്യുന്ന പൈസകളെല്ലാം കൈപ്പറ്റിയിരിക്കുന്ന അവനാണ്. അതായത് ഇവിടെ അക്കൗണ്ടിലേക്ക് വരുന്നു, നേരെ അവൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ പോകണം, സുഗാന്ത് സുരേഷിൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ പോകുന്നു. അപ്പോൾ ലാസ്റ്റ് പരിശോധിച്ചപ്പോൾ ഞങ്ങൾ ഒരു ദിവസം ഫുള്ളിരുന്നാണ് ഇത് മൊത്തം പരിശോധിച്ചത്. ഏകദേശം 90 പേജ് അങ്ങോട്ടുണ്ടായിരുന്നു. അത് മൊത്തം സ്റ്റേറ്റ്മെൻറ്റ് കോപ്പി എടുത്തു. അപ്പോൾ അത്ര എടുത്ത് പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ സുഗാന്ത് സുരേഷ് അതായത് ഈ നമ്മൾ പ്രസൻ്റിൽ ഈ 3 മാസം മാർച്ച് മുതൽ അങ്ങോട്ടൊരു 4 മാസത്തെ ഫുൾ ശമ്പളം വരുന്ന ദിവസം തന്നെ ആ സെക്കൻഡിൽ തന്നെ അവൻ്റെ അക്കൗണ്ടിലേക്ക് ഇടുകയാണ്. അവൻ പിന്നെ ഒരു പിച്ചക്കാശ് കൊടുക്കുന്നതിൻ്റെ കുട്ടിക്ക് ഒരു 50, 1000, 500, 5000 ഹോസ്റ്റൽ ഫീസ് വരെ അവിടെ പൈസ തന്നെ ഇവക്ക് അയച്ചു കൊടുത്തിട്ട് ഹോസ്റ്റലിൽ കൊടുക്കുക. അതായത് അവളെ ആ ഒരു ശിക്ഷ പോലെ, നമ്മളൊരു ജയിൽ ശിക്ഷ പോണക്ക് കുറേശ്ശെ പൈസ കൊടുത്ത് അവൾക്ക് നല്ലപോലെ ഫുഡ് കഴിക്കാൻ പൈസ ഇല്ലെന്നുള്ളതാണ് ഇപ്പം നമുക്കറിയാൻ കഴിഞ്ഞത്. കാരണം അവിടെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാർ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. വീട്ടുകളിൽ നിന്ന് ഭക്ഷണം കൊടുത്തിട്ടാണ് ഈ കുട്ടി കഴിഞ്ഞിരുന്നത് എന്നുള്ളത് ഞങ്ങളെ ഞെട്ടിച്ച് കളഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇത് കൃത്യമായിട്ടും സുഗാന്ത് സുരേഷാണ് ഈ മരണത്തിന് ഉത്തരവാദി. അവനെ ഇപ്പോൾ ഞങ്ങളുടെ സംശയം, ഞങ്ങളുടെ കുട്ടിയെ അവൻ ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ എന്ന് പോലും ഞങ്ങൾ സംശയിക്കുന്നു. അപ്പോൾ കൃത്യമായിട്ടും ബാങ്കിങ് സ്റ്റേറ്റ്മെൻറ്റിൽ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഉൾപ്പെടെയുള്ള രേഖകളുണ്ട്. നിരന്തരം എറണാകുളം, തിരുവനന്തപുരം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മൊത്തം പരിശോധനയ്ക്ക് വിധേയമാക്കണം. ഇവനെ ഒരു കാരണവശാലും ഇവൻ ജോലിയിലോ IBയിലെ ജോലിയിൽ തുടരാൻ പാടില്ല. ഇവനെ നമ്മുടെ നിയമം അനുശാസിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ തന്നെ കൊടുക്കണമെന്നാണ് ഞങ്ങൾക്ക് ഈ സമയത്ത് പറയാനുള്ളത്. നിലവിൽ ഞങ്ങൾ FRROയ്ക്കും ADGPക്കും പേട്ട സ്റ്റേഷനിലും കൂടുതൽ പോലീസ് സ്റ്റേഷനും പരാതി കൊടുത്തിട്ടുണ്ട്. ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റാണ് ലാസ്റ്റിൽ കിട്ടിയ നമ്മുടെ എവിഡൻസ്. അത് ഇന്നലെ ഇമെയിൽ വഴി അവർക്ക് അയച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതുവരെയുള്ള അന്വേഷണം പോലീസിൻ്റെ ഭാഗത്തു നിന്നൊക്കെ എങ്ങനെയാണ്? തൃപ്തികരമാണ്. എല്ലാവരും വളരെ അനുഭവപൂർവ്വം ആണ് എല്ലാവരും ഞങ്ങളെ വിളിക്കുന്നുണ്ട്. വളരെ ശക്തമായ IB തന്നെ ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അന്നലേക്ക് ഇപ്പം സുതാര്യമായിട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ അതിൽ തൃപ്തരാണ് ഞങ്ങൾ. പിന്നെ ഞങ്ങൾക്ക് കിട്ടുന്ന തെളിവുകളൊക്കെ അനുസരിച്ച് അവർക്കും തെളിവ് കൊടുക്കാറുണ്ട്. ഈ ഒരു റെയിൽവേ ട്രാക്കുകൾ നടന്നു പോകുന്ന അവസാന സമയത്ത് ഒരു മൊബൈലിൽ വിളിച്ച് സംസാരിച്ചുകൊണ്ടാണ് പോകുന്നത് പറയുന്നത്. അത് ആരെയാണ്? അത് സുഗാന്ത് സുരേഷ് തന്നെ അന്ന് നമുക്ക് ഫൈനലൈസ് ചെയ്തിട്ടുണ്ട്.
കാരണം അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ എടുക്കാൻ പറ്റാതെ ഫോണ്, അതായത് ഇവർക്ക് എടുക്കാൻ പറ്റുന്നില്ല, സ്റ്റേഷനിൽ എടുക്കാൻ പറ്റത്തില്ല. അതുപോലെ ഫോൺ നശിച്ചു പോയിട്ടുണ്ട്, ട്രെയിൻ കയറി നശിച്ചു പോയിട്ടുണ്ട്. അത് ഇനി ഫോറൻസിക്കിന് കൊടുത്തിട്ടേ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽ കിട്ടാൻ അറിയത്തില്ല. ഇപ്പം ഈ നമ്മൾ ഏകദേശം ഇവന് 30-32 വയസ്സുണ്ടാവുമെന്നാണ് ഞങ്ങൾ അനുമാനിക്കുന്നത്. പിന്നെ ഇവനെ കൂടുതൽ അറിയത്തില്ല എന്ന് പറയാൻ കാരണം മോളുമായിട്ട് പരിചയപ്പെട്ടതിന് ശേഷം മാത്രമാണ് ഇത് വീട്ടുകളിൽ അറിഞ്ഞത്. അപ്പോൾ അതിന് ശേഷം വീട്ടുകാർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഞാൻ കല്യാണത്തിന് തയ്യാറാണെങ്കിൽ അവനോട് പറ, അവൻ്റെ കുടുംബക്കാരെ കൊണ്ട് വാ, നമുക്ക് കല്യാണം കഴിക്കാം, അതിനുള്ള കാര്യങ്ങൾ ഒരുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഇവനെ ചേഞ്ചുകൾ വന്നു തുടങ്ങി. അപ്പോൾ അവൾ കുട്ടിയെ ഒഴിവാക്കുന്ന രീതിയിലേക്ക് വന്നു. പിന്നെ ഇപ്പോഴാണ് നമുക്കറിയാൻ കഴിയുന്നത് അവന് മറ്റ് അഫെയറുകളുള്ളവനാണ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് തീർത്തും അനുമാനിക്കാമല്ലോ, അങ്ങനെയുള്ള ഒരാൾ പൈസയും തട്ടി ഇനി ഏതെങ്കിലും തരത്തിൽ മിസ്യൂസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള സംശയം കൂടി ഞങ്ങൾക്കുണ്ട്. അതും അന്വേഷണം ഇത് ആട്ടെ എന്ന് ഞങ്ങൾ പറയുകയാണ്. വീട്ടിൽ ചോദിച്ചിട്ടില്ല, വീട്ടിൽ പറഞ്ഞില്ല. കാരണം വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ തിരക്കുമല്ലോ. ഇത്രയും എമൗണ്ട് 50,000 അടുപ്പിച്ച് ശമ്പളം കിട്ടുന്ന ഒരാളുടെ പൈസ എവിടെ പോകാൻ ചോദിക്കത്തില്ലേ? അപ്പോൾ തീർച്ചയായിട്ടും അതുകൊണ്ടാവും വീട്ടിൽ പറയുന്നത്. അപ്പം ഇതും മരണത്തിന് ഈ പിന്നെ ഇവർക്ക് ഇത്രയും സംഘർഷങ്ങൾ മനസ്സിലൊതുക്കിക്കൊണ്ടായിരിക്കും ലാസ്റ്റ് ഇവൻ വിളിച്ചപ്പോഴോ അല്ലെ ഇവൾ അങ്ങോട്ട് വിളിച്ചപ്പോഴോ അവൻ്റെ ഭാഗത്തുനിന്ന് അനുഭാവപൂർവമായ ഒരു പ്രതികരണം കിട്ടിയിട്ടുണ്ടാവില്ല എന്ന് ഈ മരണത്തിലേക്ക് നയിച്ചതെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അവൾ സംസാരിക്കുമ്പോൾ തന്നെ സന്തോഷത്തിൽ ഒരുപക്ഷെ വരുത്തി തീർത്ത് സംസാരിക്കുകയായിരിക്കും. ഇനിയും വരുന്ന ദിവസങ്ങളിലേ നമുക്ക് അത് പെട്ടെന്ന് അറിയാൻ കഴിയും. ഏതായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ പിന്നെ സഡൻലി കിട്ടാൻ തന്നെയുള്ള ആക്ഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്, അത് മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം, വരുന്ന തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളും മുന്നോട്ട് പോകാനായിരിക്കും.